മക്കളെ, നമുക്കിന്ന് നല്ല അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. നമ്മുടെ ഹോട്ടലിലേക്ക് കിട്ടുമല്ലോ, അതേപോലത്തെ കളറും അതിനേക്കാളും മേലായിട്ടുള്ള ടേസ്റ്റുമുള്ള നല്ല അടിപൊളി ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഞാനിവിടെ 4 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടെടുക്കാം. ചൂടാറിയിട്ടില്ലേ? ഇനി നമുക്ക് ഈ കോഴിമുട്ടകളെ എടുത്തിട്ടൊന്ന് വരഞ്ഞിട്ട് വെക്കാം. ഇതേപോലെ പതുക്കെ വരഞ്ഞാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ അതിന് വേണ്ടി ഇതാ ഒരു പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂണ് മുളക് പൊടി. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ കുറവായിട്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പത്തിരി പൊടി പോലത്തെ അരിപ്പൊടിയാണ്, വറുത്തിട്ടോ വറുക്കാതെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിക്കുന്നത് പത്തിരി പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. മക്കളെ, തീ നല്ല കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ തീ കെടുത്തി വെച്ചിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല, പൊടി കരിഞ്ഞു പോകും. അല്ലെങ്കിൽ മക്കളെ, ഈ അരിപ്പൊടിയുടെ പകരം കോൺഫ്ലവർ പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ അരിപ്പൊടി ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി മസാലയുള്ള പച്ചമണം മാറുന്നവരെ ഒരു 1-2 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വറന്ന് വന്നിട്ടുണ്ട്, നല്ല മണമുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇപ്പം ഞാൻ മസാല വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കരിഞ്ഞു പോകുമെന്ന് പേടി വേണ്ടല്ലോ. ഇനി നമുക്കിതിൽ ഒരു 2 തക്കാളി അരച്ചെടുക്കണം. തക്കാളി നമുക്കൊരു ജാറിലേക്ക് അരിഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ തക്കാളി ഇപ്പോൾ വേവിക്കുകയൊന്നും ചെയ്യണില്ല കേട്ടോ, തോലൊന്നും കളയണില്ല, അതേപോലെ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇതേപോലെ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ. മക്കളെ, ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ആ ചട്ടി തന്നെ അടുപ്പത്ത് വെക്കുകയാണ്. നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്ത് എണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിൽ തീ നല്ല കുറച്ച് വെച്ചിട്ട് എണ്ണ ഒരു മീഡിയം ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ആ കുരുമുളക് പൊടിയുടെ അത്ര തന്നെ ലേശം ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മക്കളെ, മസാല ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ ചെറിയ ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ മസാലകളൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഈ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഒന്ന് നമുക്ക് ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനാണ് മുട്ട ഒന്ന് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഈ മസാലയിലിട്ടിട്ട് അപ്പോഴും ചെറിയ തീയിൽ വെച്ചാൽ മതിയേ, നല്ല തീ വെച്ചാൽ അപ്പോഴും മസാല കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പം നമ്മുടെ മുട്ട ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി വരട്ടെ, അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ ഉള്ളി കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്.
ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് റൗണ്ടിലരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഞാനിതിൽ ഇഞ്ചി ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് ഇളക്കി ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. മക്കളെ, നമ്മുടെ ഉള്ളി കണ്ടില്ലേ, നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മൾ വറുത്ത് വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഉള്ളിയിലൊക്കെ മസാല പിടിക്കണ പോലെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ പച്ചമണം പോയില്ല എന്ന് പറയണ്ട കേട്ടോ. നമ്മൾ ആദ്യം വറുത്ത് വെച്ച പൊടിയല്ലേ, അതാണ് ചൂടായി വരട്ട് പറഞ്ഞത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന തക്കാളിയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളി ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അല്ലാതെ ഇത് വറ്റയോ എണ്ണ തെളിയോ ഒന്നും വേണ്ട. നമ്മൾ ഒഴിച്ച തക്കാളി ജ്യൂസ് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മൾ ഈ ഇളക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് മാറി വരുന്നുണ്ട്. അത് എന്താണെന്നറിയോ, നമ്മൾ ഈ അരിപ്പൊടി ചേർത്തല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ട് വരുന്നത് കേട്ടോ. നല്ല കളറായിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മൾ ഒഴിച്ച തക്കാളി ജ്യൂസൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തക്കാളി അരച്ച ജാറിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമുക്ക് ഉപ്പൊക്കെ പാകമുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, നമുക്കൊരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇതേപോലെ പാകം നോക്കി ഇട്ടാൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മളെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മൾ പൊരിച്ച് വെച്ച കോഴിമുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. നമുക്കിനി ഈ കറീനെ ഒരു മീഡിയം തീ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം. മക്കളെ, അങ്ങനെ നമ്മുടെ കറി കണ്ടില്ലേ, നമ്മുടെ കറിയൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി കുറുകുറേനായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കരിവേപ്പിലയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഈ കളറിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ കറിക്ക് നല്ല രുചി ഉണ്ടാവും കേട്ടോ. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് ഇറക്കി അങ്ങോട്ട് വെക്കാം. നമുക്ക് ഈ കറീനെടുത്തിട്ട് പാത്രത്തിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ മക്കളെ, നല്ല കളറാണ്. അനുസരിച്ചിട്ടുള്ള ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. മക്കളെ, നമ്മളെ കറി കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളറും കണ്ടില്ലേ മക്കളെ. ഇപ്പം മക്കളെ, ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കണേ. ഇത് ചപ്പാത്തി, പത്തിരി, വെള്ളയപ്പം, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ ഇത് വെച്ച് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.